ഇതിന് വേറെ ട്രീറ്റ്മെന്റ് ഒന്നും പറ്റില്ല എന്ന് പറഞ്ഞ് ബയോപ്സിക്ക് അയക്കുകയായിരുന്നു. സെക്കൻഡ് സ്റ്റേജ് കഴിഞ്ഞു, ഇപ്പോൾ തേർഡ് സ്റ്റേജിലാണുള്ളത്. ക്യൂർ ആകുമെന്നുള്ള വിശ്വാസത്തിലാണ് ഇങ്ങോട്ട് വന്നത്. വെൽക്കം ടു പുനർജൻ ആയുർവേദ ഹോസ്പിറ്റൽ. നമ്മുടെ കൂടെ പേഷ്യന്റ് ഉണ്ട്. നമുക്ക് ഇവരോട് ചോദിച്ചു മനസ്സിലാക്കാം ഇവർക്ക് എന്ത് ക്യാൻസർ ആണെന്നും പുനർജൻ ആയുർവേദ ഹോസ്പിറ്റൽ ചൂസ് ചെയ്യാനുള്ള കാരണവും. കൂടാതെ ക്യാൻസറിന്റെ ലക്ഷണങ്ങളെ പറ്റിയും നമ്മുടെ കൂടെയുള്ള പേഷ്യന്റ് റിലേറ്റീവിനോട് തന്നെ നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം. മാം നമസ്കാരം, പേരെന്താണ്? എൻ്റെ പേര് സവിത. എവിടെ നിന്നാ വരുന്നത്? അണ്ണമ്മായ ഡിസ്ട്രിക്ട് മദൻപള്ളി. പേഷ്യന്റിന്റെ വീട് ഉടുപ്പി ഡിസ്ട്രിക്ട് കർണാടക. കർണാടകയിലെ. ഇതാരാ മാമിന്റെ? ഇതെന്റെ ചേച്ചിയുടെ ഭർത്താവാണ്, ആണോ? ചേട്ടനാണ്. ഓക്കെ. ഇദ്ദേഹത്തിന് എന്തായിരുന്നു അസുഖം? അദ്ദേഹത്തിന് ഓറൽ ക്യാൻസർ ആണ്. ഓറൽ ക്യാൻസർ അല്ലേ? എപ്പോ തൊട്ടുണ്ട്? ഇത് ഏതാണ്ട് ഒരു വർഷം മുന്നേ വന്നായിരുന്നു. വായില് പുണ്ണുപോലെ വന്നു, പിന്നൊന്നും കഴിക്കാൻ പറ്റാതായി. അതായിരുന്നു. പാൻപരാഗ് എന്തെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടായിരുന്നോ? പാക്കൊക്കെ ഉപയോഗിക്കും, അതുകൊണ്ട് നല്ല വേദന ഉണ്ടായിരുന്നു. പിന്നെ അത് വല്ലാണ്ട് കൂടി, വായ തുറക്കാൻ പറ്റാണ്ടായപ്പോ ബയോപ്സി ചെയ്തു. 15 ദിവസം കഴിഞ്ഞപ്പോ റിസൾട്ട് വന്നു. സെക്കൻഡ് സ്റ്റേജ് കഴിഞ്ഞു, തേർഡ് സ്റ്റേജിലേക്കായി എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഉടനെ റേഡിയേഷൻ ചെയ്യണമെന്നാണ് അവർ പറഞ്ഞത്. എന്നാലേ മുഴുവനായി മാറുള്ളൂ. ആയുർവേദം ആകുമ്പോൾ പ്രശ്നമൊന്നുമില്ലല്ലോ. ഞാൻ അടുത്തുള്ളവരുടെ അടുത്തൊക്കെ അന്വേഷിച്ചപ്പോൾ നല്ലതാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. കൂടാതെ പുനർജനെ പറ്റിയുള്ള വീഡിയോസൊക്കെ ഞാൻ കണ്ടായിരുന്നു. അല്ലാതെ തന്നെ ഞാൻ പുനർജന്റെ വീഡിയോസ് കാണാറുണ്ടായിരുന്നു. ആദ്യമേ കണ്ടപ്പോൾ തന്നെ എനിക്കത് നല്ലതായിട്ട് തോന്നിയിരുന്നു. ഞാനത് തുടർച്ചയായിട്ട് കാണുമായിരുന്നു. ഒരു 100ഓളം വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. അവരെന്താ പറയുന്നതെന്നും നമുക്ക് എന്താണ് ആവശ്യം എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഒരുപാട് നോക്കിയിട്ടുണ്ട്. അതുമാത്രമല്ല, 2-3 തവണ വന്നിട്ടുള്ള പേഷ്യൻസും പറയുന്നുണ്ടല്ലോ ഞങ്ങൾക്കെല്ലാം ഭേദമായി, നല്ല മാറ്റം ഉണ്ടെന്നൊക്കെ. 4th സ്റ്റേജിലുള്ളവർ പോലും ഇവിടെ വന്നിട്ട് ബെറ്ററായി, ക്യൂറായി പോകുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു വിശ്വാസത്തിലാണ് ഞങ്ങളും വന്നത്. ഓറൽ ക്യാൻസർ ആണ് ഇപ്പോൾ ഇദ്ദേഹത്തിന് വന്നിരിക്കുന്നത്. ഞങ്ങളുടെ ഫാമിലീസ് തമ്മിൽ ബന്ധമൊന്നുമില്ലല്ലോ, ബ്ലഡ് റിലേഷൻ ഒന്നുമില്ലല്ലോ. അദ്ദേഹത്തിന്റെ ബ്ലഡ് റിലേഷൻ അത് ഡിഫറെന്റ് ആണ്. അത് വേറെ, ഇത് വേറെ. എന്ത് ചെയ്യണമെന്നും അറിയില്ല, എവിടെ കാണിക്കണമെന്നും അറിയില്ല. എനിക്ക് ഇനിയൊരു ചേച്ചിയും കൂടെ ഉണ്ട്. ഈ 2 ചേച്ചിമാരും കൂടി പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ശരി മാം, നിങ്ങള് കൃത്യമായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു. എത്രയും പെട്ടെന്ന് തന്നെ ഇദ്ദേഹത്തിന്റെ അസുഖമൊക്കെ പൂർണ്ണമായിട്ട് ഭേദാവട്ടെ. ട്രീറ്റ്മെന്റ് ഒക്കെ പറഞ്ഞതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്തോളൂ. എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.